തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പല്ലാരിമംഗലം വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ബഷീറിന്റെ ജന്മദിനാചരണവും പുരസ്കാര സമർപ്പണവും നടന്നു. പല്ലാരിമംഗലം വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ ജന്മദിനാചരണവും കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിനുള്ള പുരസ്കാര സമർപ്പണവും പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കലും നടന്നു. കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജ് സെമിനാർ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ റേച്ചൽ കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജ് ബോർഡ് പ്രസിഡന്റ് ഫാദർ ജോസ് പരുത്തുവലയിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റഡി സെന്ററിന്റെ ഈ വർഷത്തെ പുരസ്കാരങ്ങളും ഇവിടെ വിതരണം ചെയ്യുകയാണ്. നമ്മൾ ഈ സാധാരണക്കാരനായ എഴുത്തുകാരൻ എന്നറിയപ്പെടുന്ന ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ എഴുത്ത് ശൈലിയും എല്ലാം വായിക്കുമ്പോൾ സാധാരണക്കാരനോട് എപ്പോഴും പക്ഷം ചേർന്നുകൊണ്ട് നിന്ന ഒരു അനുഗ്രഹീതമായ എഴുത്തുകാരനായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമയായിട്ടുള്ള മതിലുകൾ എന്ന് പറയുന്ന സിനിമയിലൊക്കെ മമ്മൂട്ടിയുടെ വലിയ അഭിനയമൊക്കെ നമ്മൾ കാണുമ്പോൾ എത്രയോ ശ്രദ്ധേയമായി നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമ്മൾ ഇന്ന് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ എഴുത്തുകൾ നമ്മളെ ഒത്തിരിയധികം സമൂഹത്തെ. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ സ്വാഗതവും ലൈബ്രറി പ്രസിഡന്റ് യൂസഫ് പല്ലാരിമംഗലം നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CM ബേബി, പഞ്ചായത്ത് മെമ്പർ പ്രിയ സാബു, മാർ ഏലിയാസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് BGP ഐസക്, സെയിന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം UP സ്കൂൾ മാനേജർ വർഗീസ് കുട്ടി MK, സെയിന്റ് ജോർജ് പബ്ലിക് സ്കൂൾ മാനേജർ എൽദോ ജോസ്, ബോർഡ് മെമ്പർ KK കുര്യാക്കോസ്, ട്രസ്റ്റിമാരായ CM ജോർജ്, TP കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. പല്ലാരിമംഗലം ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഞാൻ ഈ മാർ ഏലിയാസ് കോളേജിലേക്ക് ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. അതും ഇതുപോലെ മഹനീയമായ ഒരു ചടങ്ങിൻ്റെ ഭാഗമാകുവാൻ എനിക്ക് ഒത്തിരി സവിശേഷതകൾ തോന്നി. കാരണം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പേരിൽ ഒരു അവാർഡ് അത് ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ചടങ്ങിൽ കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജ് ജനപ്രതിനിധി റാണിക്കുട്ടി ജോർജ്, കോളേജ് മാനേജർ സുനിൽ ജോസഫ്, തട്ടേക്കാട് പക്ഷി സങ്കേതം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ CT ഔസേഫ്, മൊബൈൽ കെയർ ഉടമ KA അൻസാർ, സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥൻ MH ഷിഹാബ്, സാമൂഹ്യ പ്രവർത്തകൻ നജീബ് തോട്ടത്തിക്കുളം, കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിലെ എന്റർപ്രീനർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബ് എന്നിവരെയാണ് അനുമോദിച്ചത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.